ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കില്ലാഡിസ് ആൻഡ് കുക്കിംഗ് ചാനലിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ഓണം സ്പെഷ്യൽ കറികളുടെ റെസിപ്പി 2-3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ സാമ്പാറിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം എടുക്കാവേ. അത് ഞാൻ ഇത്രയും പച്ചക്കറികളാണ് എടുത്തേക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തിട്ട് ആദ്യമേ ഒരു 3-4 വിസിലടിക്കുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതാകുമ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തുടഞ്ഞാലേ ഉള്ളൂ നമുക്ക് സാമ്പാറിന് ലാസ്റ്റ് ചാറ് വരുമ്പം ഒരു കുറുകിയ രീതി വരത്തില്ലേ, ഒരു കട്ടിയുള്ളൊരു ചാറ് പോലെ, അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് പരിപ്പ് ആദ്യം നന്നായിട്ട് വേവിക്കുന്നത്. അത്രയും പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പരിപ്പിൻ്റെ കുറച്ച് വെള്ളം മിച്ചം ഉണ്ടായിരുന്നു. അത് കൂടാതെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കഷ്ണമെല്ലാം ഇട്ടതിന് ശേഷം മുളക് പൊടിയും കായപ്പൊടിയും സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അളവ് ഞാൻ പറയുന്നില്ല, എനിക്കൊരു ഏകദേശം അളവ് വെച്ചാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ആ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കഷ്ണം, നമ്മൾ പരിപ്പിന് ഉപ്പിട്ടായിരുന്നു കേട്ടോ വേവിച്ചത്. പിന്നെ കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചതേണ്ട ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അതായത് നല്ല ഉടഞ്ഞങ്ങ് പേസ്റ്റ് പോലെ ആ ഒരു രീതി. ചിലർക്ക് കഷ്ണങ്ങൾ നന്നായിട്ട് ഉടയണമല്ലോ, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞു പോയിട്ടില്ല. ആ ഒരു രീതിയിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ തക്കാളിക്കയും വെണ്ടയ്ക്കയും വേറെയാണ് വഴറ്റുന്നത്. പിന്നെ ഉള്ളിയും വറ്റൽമുളകും കരിയാപ്പിലയും വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമേ ഒന്നും അതിങ്ങനെ വറുത്ത് കോരി എടുത്തിട്ട് ലാസ്റ്റ് സാമ്പാറിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, താളിപ്പ് പോലെ. അതിനായിട്ട് ചീനച്ചട്ടി വെച്ച് ചൂടാകുന്ന സമയത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തിന് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാവേ. അതുപോലെ തന്നെ കഷ്ണം വേവിക്കുന്ന കൂടെ ഉണ്ടല്ലോ, 3-4 വെളുത്തുള്ളി അല്ലിയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനത് മറന്നു പോയത് കൊണ്ട് ഇപ്പം എന്തേണ്ട ഉള്ളി വഴറ്റുന്ന കൂടെയാണ് കേട്ടോ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല, അല്ലാതെ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാലും കുഴപ്പമില്ല. സാമ്പാറിനകത്ത് ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി ഇടുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കേട്ടോ വയറിനൊക്കെ. അപ്പോൾ ഇതേണ്ട ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ടി വന്നപ്പോൾ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് മാറ്റി വെച്ചിട്ട് അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെണ്ടയ്ക്കയും തക്കാളിക്കയും വഴറ്റി കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് കളർ മാറി വന്നോട്ടെ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകണേ. നമ്മൾ സാധാരണ താളിപ്പ് റെഡിയാക്കത്തില്ലേ, അതുപോലെ ലാസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേ ഈ ഒരു പരുവാകുമ്പോൾ അത് കോരി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതേ ചീനച്ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും വേണം നമുക്ക് ഇത് തക്കാളിക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ കോരി വെച്ചിട്ടുണ്ട് കേട്ടോ താളിപ്പിന് വേണ്ടിയിട്ടുള്ള. വെണ്ടയ്ക്കായ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ തക്കാളിക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാമെന്ന് ഓർത്താണ് തക്കാളിക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. സാധാരണ നമ്മളെ കഷ്ണത്തിനോട് ഇട്ട് വെക്കുമ്പോഴേ വെണ്ടയ്ക്ക നന്നായിട്ട് ഇങ്ങനെ അരഞ്ഞു പോകുന്ന പോലെ വന്നിട്ട് പിന്നെ ഒരു വലിഞ്ഞ് നിൽക്കത്തില്ല, ആ ഒരു രീതി വരും കേട്ടോ. അതുകൊണ്ടാണ് സാമ്പാറിനകത്ത് ഇത് രണ്ടും സെപ്പറേറ്റ് വെക്കുന്നത്. ഇപ്പോഴത്തെ തക്കാളിക്കയും വെണ്ടയ്ക്കയും വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്തിന് ഞാൻ വീണ്ടും കുറച്ച് കായപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു കൂടെ. അപ്പം ഞാനിപ്പം കറക്റ്റ് സാമ്പാർ കഷ്ണം വെന്ത് വന്നപ്പം എരിവ് കുറച്ചുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും മുളക് പൊടി ചേർക്കാത്തത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും എല്ലാം ചേർത്ത്, സാമ്പാർ പൊടിക്കകത്ത് ഇതെല്ലാം അടങ്ങിയതാണ്. എന്നാൽ നമ്മൾ സെപ്പറേറ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ സാമ്പാറിന് കൂടുതൽ കിട്ടും. ഇപ്പോഴത്തെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും സാമ്പാറിന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിനകത്തോട്ട് നമ്മൾ ആ മൂപ്പിച്ച് വെച്ചില്ലേ വെണ്ടയ്ക്കയും തക്കാളിക്കയും അതിൻ്റെ അകത്ത് പൊടികളും എല്ലാം ചേർത്ത് മൂപ്പിച്ച് വെച്ച് ആ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ തിളച്ച വെള്ളമാണ്, നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ കറികളൊക്കെ വെക്കുന്ന സമയത്ത് അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ വെള്ളം ആ പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കിനുള്ള ടേസ്റ്റിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് ചൂടുവെള്ളം എല്ലാം ഒഴിച്ച് നിങ്ങൾക്ക് എത്രയും ചാറ് വേണോ അത്രയും ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരണം. അപ്പം നമ്മുടെ സാമ്പാർ റെഡിയാവും. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ആ താളിപ്പ് റെഡിയാക്കിയില്ലേ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും സാമ്പാർ വെക്കാൻ അറിയാമായിരിക്കും, എന്നാലും ഈ ഒരു രീതി വെച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി മറക്കരുത്. ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോസ് എല്ലാം കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഓണസദ്യയുടെ പച്ചടിയുടെയും പരിപ്പ് കറിയുടെയും
അതുപോലെ നമ്മുടെ തീയലും പിന്നെ നമ്മുടെ എരിശ്ശേരിയും എല്ലാം റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ട് നോക്കണേ. അപ്പോൾ ഞാൻ ചോറുണ്ടെന്ന് വീഡിയോയും കൂടെ കാണിക്കാം കേട്ടോ. അതായത് സാമ്പാറുണ്ട്, മാങ്ങാച്ചാറുണ്ട്. സാമ്പാറും മാങ്ങാച്ചാറും ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇല്ലേ, അതും കൂടെ ഉണ്ട് കേട്ടോ. ഇത്രയും കൂട്ടിയാണ് ചോറുണ്ണുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഗായ്സ്.